ഇതിപ്പോ എന്താ ചെയ്യാ അമ്മേ? ഇങ്ങനെ ഒരു കല്യാണത്തിന് ആരും സമ്മതിക്കില്ല. ഇനി സമ്മതിച്ചാൽ തന്നെ കണ്ണനെ കല്യാണം കഴിക്കുന്ന പെൺകുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ അതിന് സമാധാനം പറയേണ്ടി വരില്ലേ? അതുമാത്രവുമല്ല, കണ്ണൻ്റെ ജീവിതത്തെയും അത് ബാധിക്കില്ലേ? ആശങ്കയോടെ ശ്രീനാഥ് പറഞ്ഞു. എനിക്കതൊന്നും അറിയണ്ട. എൻ്റെ കണ്ണനെ പഴയ സ്ഥിതിയിലേക്ക് കൊണ്ടുവരണം. അതിനുവേണ്ടി എന്തു ചെയ്യാനും ഞാൻ തയ്യാറാണ്. എത്ര പണം ചിലവഴിക്കാനും, മുത്തശ്ശി ഉറപ്പിച്ചു പറഞ്ഞു. മാണിക്യശ്ശേരിയിലെ കാര്യസ്ഥനാണ് കൃഷ്ണപിള്ള. കണ്ണനടക്കമുള്ള അവിടെയുള്ള പേരമക്കൾ പിള്ളമാമൻ എന്നാണ് വിളിക്കാറ്. ഭാര്യ സാവിത്രി, സാവിത്രിയെ അമ്മായി എന്നും. മുത്തശ്ശി പിള്ളയെയും ഭാര്യയെയും അടുത്തേക്ക് വിളിപ്പിച്ചു. കണ്ണനു വേണ്ടി ഒരു പെണ്ണിനെ അന്വേഷിക്കുന്ന ചുമതല ഞാൻ നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്നു. എന്തു വില കൊടുത്തും കണ്ണന് വേണ്ടി ഒരു പെണ്ണിനെ കൊണ്ടുവരണം. ആരും അന്വേഷിച്ചു വരാത്ത ഒരു പെൺകുട്ടി. എത്ര പണം വേണമെങ്കിലും ചിലവാക്കാം. എവിടെ നിന്നെങ്കിലും ഒരു പെൺകുട്ടിയെ കൊണ്ടുവരണം, മുത്തശ്ശി അവരോടായി പറഞ്ഞു. മുത്തശ്ശിയുടെ ആവശ്യം അവർ ഏറ്റെടുത്തു. ഒരുപാട് അന്വേഷിച്ചു. അങ്ങനെ ഗവിയിൽ സ്ഥിരതാമസമുള്ള ഒരു ബ്രോക്കർ വഴി സുലോചനയെ പരിചയപ്പെടുന്നതും ജാനിയെ മാണിക്യശ്ശേരിയിലേക്ക് കൊണ്ടുവരുന്നതും. തൻ്റെ വിവാഹം നാളെയാണ് എന്ന് സാവത്രിയിൽ നിന്നും അറിഞ്ഞ ജാനി ആകെ തകർന്നു പോയി. കുട്ടിത്തം മാറാത്ത ചെറിയൊരു പെൺകുട്ടി. വിവാഹ ജീവിതത്തെ പറ്റി ഒന്നും തന്നെ അവൾക്ക് അറിയില്ല. ഒരു സിനിമ കണ്ട അറിവ് പോലും അവൾക്ക് അന്നുണ്ടായിരുന്നില്ല. ആ പെൺകുട്ടി വന്നോ സാവത്രി? മുത്തശ്ശി ചോദിച്ചു. വന്നു. രാവിലെ തന്നെ അതിനെ ഇവിടെ കൊണ്ടുവന്നാക്കി അതിൻ്റെ അമ്മാവനും അമ്മായിയും പോയി. അവർക്ക് പണം മുഴുവനും കൊടുത്തില്ലേ? ഇനി ഈ കുട്ടിയെ അന്വേഷിച്ച് അവർ വരുമോ? മുത്തശ്ശി പരിഭ്രമത്തോടെ ചോദിച്ചു. പണം പറഞ്ഞതിലും അധികം കൊടുത്തു. ഇനി ഒരിക്കലും അവർ അവളെ അന്വേഷിച്ച് വരുമെന്ന് തോന്നുന്നില്ല, സാവത്രി മുത്തശ്ശിയോടായി പറഞ്ഞു. എങ്ങനെയുണ്ട് കുട്ടിയെ കാണാൻ? കല അന്വേഷിച്ചു. കാണാനൊന്നും തരക്കേടില്ല. പക്ഷേ സാവത്രി പറഞ്ഞു മുഴുവിപ്പിക്കാതെ നിർത്തി. എന്താ ഒരു പക്ഷേ? മുത്തശ്ശി സംശയത്തോടെ ചോദിച്ചു. അതൊരു ചെറിയ കുട്ടിയാ. 18 വയസ്സായി എന്നൊക്കെ പറഞ്ഞ് ആ കുട്ടിയുടെ അമ്മായി നമ്മളെ പറ്റിച്ചതാ. 15 വയസ്സേ അതിനുള്ളൂ. നമ്മുടെ മയൂരിക്കുട്ടിയുടെ പ്രായം. 9ലാണ് പഠിക്കുന്നത്. വിവാഹ ജീവിതത്തെ പറ്റി ഒന്നും അറിയാത്ത, കുട്ടിത്തം മാറാത്ത ഒരു ചെറിയ പെൺകുട്ടി. കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി, സാവത്രി നിരാശയോടെ പറഞ്ഞു. 15 വയസ്സോ? ആ കുട്ടിക്ക് മാസമുറയൊക്കെ ഉണ്ടോ? കല അന്വേഷിച്ചു. കഴിഞ്ഞ മാസമായെന്ന അതിൻ്റെ അമ്മായി പറഞ്ഞത്, സാവത്രി മറുപടി പറഞ്ഞു. ഇത്രയും ചെറിയ കുട്ടി അത് വേണോ? അതിൻ്റെ ഗതികേട് കൊണ്ടായിരിക്കും അതിവിടേക്ക് വന്നത്. നമുക്ക് മറ്റൊരു പെൺകുട്ടിയെ അന്വേഷിച്ചുകൂടെ? ശ്രീനാഥ് അഭിപ്രായപ്പെട്ടു. അതുതന്നെ അമ്മേ, ഇത്രയും ചെറിയ കുട്ടി വേണ്ട, കല മുത്തശ്ശിയോടായി പറഞ്ഞു. ഇനി അന്വേഷിക്കാനൊന്നും സമയമില്ല. എനിക്ക് വലുത് എൻ്റെ കണ്ണനാണ്. അവനു വേണ്ടി എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാകും. സ്വാർത്ഥതയായിരിക്കാം, പക്ഷേ എനിക്ക് എൻ്റെ കണ്ണനു വേണ്ടി അത് ചെയ്തേ പറ്റൂ. 25 ലക്ഷം എണ്ണിക്കൊടുത്ത് കൊണ്ടുവന്നതല്ലേ ആ കുട്ടിയെ. ഇനി അവളെ അവളുടെ വീട്ടുകാർ തിരിച്ചെടുക്കുകയുമില്ല. അപ്പോൾ പിന്നെ അവൾ വന്ന ജോലി ചെയ്യട്ടെ. അവൾക്ക് എന്തു വേണമെങ്കിലും ഞാൻ കൊടുക്കാം, മുത്തശ്ശി സങ്കടത്തോടെ പറഞ്ഞു. അമ്മേ, അത് വേണോ? ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ? ചെറിയ കുട്ടിയല്ലേ, കല ആശങ്കപ്പെട്ടു. എത്ര അന്വേഷിച്ചിട്ടാണ് ഈ കുട്ടിയെങ്കിലും കിട്ടിയത്? ഇനിയും വെച്ച് നീട്ടാൻ പറ്റില്ല. എനിക്ക് വലുത് എൻ്റെ കണ്ണൻ മാത്രമാണ്. വിവാഹത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്യൂ. മാണിക്യശ്ശേരി അമ്മയുടെ മുമ്പിൽ വെച്ച് താലി കെട്ടിയാൽ മതി. ഒരു ആർഭാടവും വേണ്ട. നമ്മൾ വീട്ടുകാർ മാത്രം മതി, മുത്തശ്ശി ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. അമ്മേ, ഒന്നും കൂടി ആലോചിച്ചിട്ട് പോരേ? കല സങ്കടത്തോടെ പറഞ്ഞു. ഇനിയൊന്നും പറയണ്ട. ഈ മാണിക്യശ്ശേരിയിലെ ബാലാമണിയമ്മ ഒരു കാര്യം തീരുമാനിച്ചാൽ അത് പിന്നെ തീരുമാനിച്ചത് തന്നെയാണ്, മുത്തശ്ശി ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. പിറ്റേ ദിവസം മാണിക്യശ്ശേരി ഭഗവതി ക്ഷേത്രത്തിൽ തറവാട്ടിലെ എല്ലാവരും ഒത്തുകൂടി. സാവത്രി ജാനിയെ സാരി ഉടുപ്പിച്ച് ഒരുക്കി ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയി. പരിചയമില്ലാത്ത സ്ഥലം, പരിചയമില്ലാത്ത ആളുകൾ. ഇന്ന് തൻ്റെ വിവാഹമാണ്. ഞാൻ ആരെയാണ് വിവാഹം കഴിക്കുന്നത്? ഒരിക്കൽ പോലും കാണാത്ത ഒരാളെ വിവാഹം കഴിക്കുന്നു. ഇതൊക്കെ ഓർത്ത് ജാനിയുടെ ശരീരം വിറയ്ക്കാൻ തുടങ്ങി.
അവൾ സാവിത്രിയുടെ കയ്യിൽ മുറുക്കെ പിടിച്ചു. പേടി കൂടി കൂടി വന്നപ്പോൾ ജാനിയുടെ പല്ലും ചുണ്ടും വിറയ്ക്കാൻ തുടങ്ങി. നിസ്സഹായതോടെ സാവിത്രി അവളെ ചേർത്ത് പിടിച്ചു. ഓരോരുത്തർക്കും ഓരോരോ വിധിയുണ്ട് കുട്ടി. കുട്ടിയുടെ വിധി ഇതാണ്. ഭയന്നിട്ടൊന്നും ഒരു കാര്യവുമില്ല. സാവിത്രി അവളുടെ ചെവിയിലായി മന്ത്രിച്ചു. ജാനിയുടെ നിഷ്കളങ്കമായ മുഖഭാവം കണ്ടതും കണ്ടു നിന്നവരുടെ നെഞ്ചിൽ ഒരു നീറ്റൽ അനുഭവപ്പെട്ടു. ജാനിയെ കൊണ്ട് ക്ഷേത്ര നടയിൽ നിർത്തി. അതുപോലെ തന്നെ മയൂർനാഥനെയും കൊണ്ട് നിർത്തി. തന്നെ താലി കെട്ടുന്നവൻ്റെ മുഖം അപ്പോഴാണ് അവൾ കണ്ടത്. മുഖത്ത് ഒരു ഭാവവ്യത്യാസമില്ലാതെ ശ്രീകോവിലേക്ക് തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അവൻ അപ്പോൾ. പക്ഷേ അപ്പോഴും അവൻ്റെ മനസ്സ് എവിടെയോ അലയുകയായിരുന്നു. പൂജാരി 2 പൂജിച്ച പൂമാലകൾ കൊണ്ടുവന്നു. അതിലൊരു പൂമാല ജാനിയുടെ കയ്യിൽ കൊടുത്തു. വിറയ്ക്കുന്ന കൈകളോടെ അവൾ ആ മാല വാങ്ങി. മാല കയ്യിൽ കിട്ടിയതും ജാനിയുടെ ശരീരം കിടുകിടാ വിറയ്ക്കാൻ തുടങ്ങി. അവളുടെ ആ അവസ്ഥ കണ്ട് കൂടി നിന്നവരുടെ കണ്ണുകളിൽ നീർ പൊടിഞ്ഞു. വധുവരനെ മാല ചാർത്തിക്കോളൂ, പൂജാരി പറഞ്ഞു. ആലില പോലെ വിറയ്ക്കുന്ന ശരീരത്തോടെ അവൾ ആ പൂമാല അവൻ്റെ കഴുത്തിൽ അണിയിച്ചു. ആ നിന്ന നിൽപ്പിൽ വെന്തുരുകി ഒരു പിടി ചാരമായി പോയെങ്കിൽ എന്നവൾ അപ്പോൾ ആഗ്രഹിച്ചു. ഇനി വരൻ വധുവിനെ താലി ചാർത്തിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് പൂജാരി താലിയെടുത്ത് മയൂരിന് നൽകി. എന്നാൽ അവൻ ആ താലിയിൽ വെറുതെ നോക്കി നിന്നു എന്ന് മാത്രം. അവൻ തനിയെ താലി ചാർത്തില്ല എന്ന് മനസ്സിലാക്കിയ മുത്തശ്ശി അവൻ്റെ കൈ പിടിച്ച് ജാനിയുടെ കഴുത്തിൽ താലി ചാർത്താൻ കലയെ ഏൽപ്പിച്ചു. അതീവ ദുഃഖത്തോടെ കല തൻ്റെ മകൻ്റെ കൈ പിടിച്ച് ജാനിയുടെ കഴുത്തിൽ താലി ചാർത്തി. ഈശ്വര, ഒരമ്മയ്ക്കും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകല്ലേ. ഈ താലി ആ കുട്ടിയുടെ കഴുത്തിൽ കൊലക്കയറായി മാറരുതേ. എൻ്റെ മകൻ കാരണം ആ കുട്ടിക്കൊന്നും സംഭവിക്കല്ലേ ദേവി. ഒരു പെണ്ണിൻ്റെ ശാപം താങ്ങാനുള്ള ശക്തിയൊന്നും മാണിക്കശ്ശേരി തറവാടിനില്ല എന്ന് നെഞ്ചുരുകിക്കൊണ്ട് കല പ്രാർത്ഥിച്ചു. പിന്നീട് അവൾ അവൻ്റെ കയ്യാൽ പൂമാല എടുപ്പിച്ച് ജാനിയുടെ കഴുത്തിൽ ചാർത്തിച്ചു. ഒരു നുള്ളു സിന്ദൂര അവൻ്റെ തള്ളവിരലിൽ പകർന്ന് ജാനിയുടെ സീമന്തരേഖ ചുവപ്പിച്ചു. ഓർമ്മ വച്ചപ്പോൾ മുതൽ ജാനി കണ്ടതിൽ വെച്ച് ഏറ്റവും പുതുമയുള്ള കല്യാണമായിരുന്നു അവളുടേത്. ഇനി അവൾ അനുഭവിക്കാൻ പോകുന്ന വേദനയെ ഓർത്ത് ചുറ്റും കൂടി നിന്നവരുടെ നെഞ്ച് വിങ്ങി. ഹലോ കൂട്ടുകാരെ, ജാനിയുടെ ജീവിതം ഇനി എന്താകും എന്നറിയില്ല. എന്താണ് കൂട്ടുകാരെ നിങ്ങൾ കമൻറ്റ് ചെയ്യാത്തത്? കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.